600 കിലോ ഭാരമുള്ള ഒരു നാസ ഉപഗ്രഹം നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് വീഴാൻ പോകുന്നു എന്ന് കേട്ടാൽ പേടിക്കാത്തവർ ആരുണ്ടാകും? കഴിഞ്ഞ 14 വർഷമായി ആകാശത്ത് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന വാൻ ആലൻ പ്രോബ് എന്ന ഉപഗ്രഹം ഉടൻ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പതിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെ നമ്മൾ ഭയക്കണോ, അതോ ഇതൊരു അത്ഭുത കാഴ്ചയാണോ? നമുക്ക് നോക്കാം. 2012 ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഭൂമിയുടെ കാന്തിക വലയത്തിലെ അപകടകാരികളായ റേഡിയേഷൻ ബെൽറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. യഥാർത്ഥത്തിൽ 2034 വരെ ഭ്രമണപഥത്തിൽ തുടരുമെന്ന് കരുതിയ ഈ പേടകം വിചാരിച്ചതിലും നേരത്തെ താഴത്തേക്ക് പതിക്കാൻ ഒരു കാരണമുണ്ട്. സൂര്യനിലുണ്ടായ ശക്തമായ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തെ വികസിപ്പിക്കുകയും തൽഫലമായി ഉണ്ടായ അന്തരീക്ഷ വളച്ചുനീട്ടൽ കാരണം ഉപഗ്രഹം താഴേക്ക് പതിക്കാൻ തുടങ്ങുകയായിരുന്നു. ശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ച ഒരു വലിയ വിവരം ഈ ദൗത്യമാണ് നമുക്ക് നൽകിയത്. ഭൂമിക്ക് ചുറ്റും 2 റേഡിയേഷൻ ബെൽറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നമ്മുടെ മുമ്പത്തെ ധാരണ. എന്നാൽ ഇവ വിക്ഷേപിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മൂന്നാമതൊരു താൽക്കാലിക ബെൽറ്റ് കൂടി ഉണ്ടെന്ന് ഈ ഉപഗ്രഹം കണ്ടെത്തി. കടുത്ത റേഡിയേഷനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന പ്രത്യേക കവചങ്ങളുമായി ബഹിരാകാശത്തെ ഏറ്റവും അപകടകരമായ മേഖലയിലൂടെയായിരുന്നു ഇതിന്റെ സഞ്ചാരം. ഇനി എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യം, 600 കിലോ ഭാരമുള്ള ഈ ഉപഗ്രഹം നമുക്ക് ഭീഷണിയാണോ? ആശങ്ക വേണ്ട എന്നാണ് നാസ വ്യക്തമാക്കുന്നത്. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ചൂടിൽ ഇതിന്റെ ഭൂരിഭാഗവും കത്തിയമരും. ഒരാൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത 4200-ൽ 1 മാത്രമാണ്. കൂടാതെ ഭൂമിയുടെ 71% സമുദ്രമായതിനാൽ ഇവ വെള്ളത്തിൽ വീഴാനാണ് സാധ്യത കൂടുതൽ. 2019-ൽ ഈ ഉപഗ്രഹങ്ങളിലെ ഇന്ധനം ഏകദേശം തീർന്നു. തുടർന്ന് നാസ ഇവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ഇന്ധനം തീരുന്നതിന് മുമ്പായി ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം താഴേക്ക് ക്രമീകരിച്ചു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് അന്തരീക്ഷത്തിൽ കത്തിയമരാൻ കാരണമായത്. ആകാശത്ത് ഒരു മിന്നൽ പിണർ പോലെ ഈ പേടകം ഇല്ലാതാകുമ്പോഴും അത് നൽകിയ അറിവുകൾ ഭാവിയിലെ ബഹിരാകാശ യാത്രകളെ കൂടുതൽ സുരക്ഷിതമാക്കും. ശാസ്ത്ര ലോകത്തെ ഒരു ഇതിഹാസ ദൗത്യത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്.